ഏറ്റവും ചെറിയ പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് 899 റുപ്പീസിലാണ്. മസാജ് ആൻഡ് സ്റ്റീം ബാത്ത് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള നിരവധി റെജുവിനേഷൻ ചികിത്സകളുടെ പാക്കേജുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. 899 രൂപ മുതൽ തുടങ്ങുന്ന, അതിനകത്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അഭ്യംഗം, സ്റ്റീം ബാത്ത്, മസാജും സ്റ്റീം ബാത്തും മാത്രമേ ഉള്ളൂ. അത്തരത്തിലുള്ള നിരവധി പാക്കേജുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഈ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ച് ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ പാക്കേജുകൾ വാട്സാപ്പിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പം വാട്സാപ്പിൽ ഡീറ്റെയിൽസ് ലഭിച്ച ശേഷം അത് നോക്കി എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്ന് മനസ്സിലാക്കിയ ശേഷം ആ പാക്കേജ് വിളിച്ച് ബുക്ക് ചെയ്ത ശേഷം വരികയാണെന്നുണ്ടെങ്കിൽ വെയിറ്റിംഗ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ അവസരം നിങ്ങൾ നന്നായി വിനിയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ അശ്വിൻ രാജ്, വേദ ആയുർവേദ ഹോസ്പിറ്റൽ, അടൂർ. ആയുർവേദത്തിലെ റെജുവിനേഷൻ ചികിത്സകൾ അതെന്താണെന്നും അത് ചെയ്യുന്നത് കൊണ്ട് ശരീരത്തിന് എന്തൊക്കെയാണ് ഗുണങ്ങൾ ലഭിക്കുന്നതെന്നും ഇന്ന് ചുരുക്കി പറയാം. അതിൽ ഒന്നാമത്തേത് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തേത് ശരീരത്തിൻ്റെ ഊർജ്ജം വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. കൂടാതെ ദഹനത്തെ ഇത് മെച്ചപ്പെടുത്തുന്നു. കൂടാതെ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു. കൂടാതെ യൗവനത്തെ പുനഃസ്ഥാപിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങളെ കുറയ്ക്കുന്നു. മൊത്തത്തിലുള്ള ഉന്മേഷവും യൗവനവും വീണ്ടെടുക്കാൻ നിങ്ങളെ ഈ ചികിത്സ സഹായിക്കും. അപ്പോൾ ഈ ചികിത്സയുടെ ഭാഗമായി പ്രധാനമായി 7 കാര്യങ്ങളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തേത് അഭ്യംഗമാണ്. അഭ്യംഗം എന്നാൽ മെഡിക്കേറ്റഡ് ആയ ഓയിലുകൾ ഉപയോഗിച്ച് ശരീരത്തിൽ മസാജ് ചെയ്യുന്നതാണ്. ഇത് രക്തചംക്രമണത്തെ വർദ്ധിപ്പിക്കുകയും ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള വിശ്രമാവസ്ഥയെ ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യും. രണ്ടാമത്തേത് പലതരത്തിലുള്ള കിഴികളാണ്. അത് ഇലക്കിഴി, പൊടിക്കിഴി, ഞവരക്കിഴി, ഇങ്ങനെ പല വിഭാഗത്തിൽ വരുന്ന കിഴികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞവരക്കിഴിയാണ്. ഞവരക്കിഴി ശരീരത്തിൽ പുതിയ കോശങ്ങളെ സൃഷ്ടിക്കാൻ സഹായിക്കുന്നു. എന്നാൽ ഇലക്കിഴി, പൊടിക്കിഴി മുതലായവ വേദനകളോ നീർക്കെട്ടോ അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാനും സഹായിക്കുന്നു. അടുത്തത് ഹെർബൽ സ്റ്റീം ബാത്ത് ആണ്. ഇത് ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വിഷാംശങ്ങളെ പുറന്തള്ളാനും കൊളസ്ട്രോളിനെ കുറയ്ക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കും. അടുത്തത് ശിരോധാരയാണ്. നെറ്റിയിൽ ചെയ്യുന്ന ശിരോധാര നല്ല മാനസികാരോഗ്യത്തെ വർദ്ധിപ്പിക്കാനും ഉറക്കം വർദ്ധിപ്പിക്കാനും ശരീരത്തിൻ്റെ വിശ്രമാവസ്ഥ മെച്ചപ്പെടുത്താനും സഹായിക്കും. സ്ട്രെസ്, ആങ്സൈറ്റി, ടെൻഷൻ, BP ഇത്തരം നവജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ഈ ചികിത്സ നിങ്ങളെ സഹായിക്കും. അടുത്തത് നസ്യമാണ്. ക്ലാവിക്കൽ ബോണിന് മുകളിലുള്ള രോഗങ്ങളെ പരിഹരിക്കാൻ ഇത് നമ്മെ സഹായിക്കും. മൂക്കിലൂടെ മെഡിക്കേറ്റഡ് ഓയിലുകളോ ദ്രാവകങ്ങളോ കടത്തിവിട്ട് കഴുത്തിലും ശിരസിലുമുള്ള ദോഷങ്ങളെ പുറന്തള്ളാൻ സഹായിക്കുന്നതാണ് ഈ ചികിത്സാ രീതി. അടുത്തത് വസ്തിയാണ്, അഥവാ മെഡിക്കേറ്റഡ് എനിമ. ശരീരത്തിലുള്ള എല്ലാ ദോഷങ്ങളെയും പല തരത്തിലുള്ള ചികിത്സയിലൂടെ കുടലിൽ എത്തിച്ച ശേഷം അവിടുന്ന് അതിനെ എടുത്തു കളയാൻ സഹായിക്കുന്ന ചികിത്സാ രീതിയാണ് വസ്തി. ഈ ദോഷങ്ങളെ എടുത്തു കളയുന്നതിലൂടെ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള സന്തുലിതാവസ്ഥ മെച്ചപ്പെടുന്നു. അടുത്തത് ഹെർബൽ മരുന്നുകളാണ്. ശരീരത്തിലെ അവയവങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള തകരാറുകളും ഉണ്ടാക്കാതെ, ഉദാഹരണത്തിന് സൈഡ് എഫക്ട്സ് പോലെയുള്ള പ്രശ്നങ്ങൾ അവ ഉണ്ടാക്കാതെ ശരീരത്തെയും മനസ്സിനെയും സന്തുലിതാവസ്ഥയിലാക്കാൻ സഹായിക്കുകയും അസുഖങ്ങളെ പൂർണ്ണമായി പരിഹരിക്കാൻ സഹായിക്കുന്നതാണ് ഇത്തരം മരുന്നുകൾ. ഇത്തരത്തിലുള്ള നിരവധി റെജുവിനേഷൻ ചികിത്സകളുടെ പാക്കേജുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. 899 രൂപ മുതൽ തുടങ്ങുന്ന, അതിനകത്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അഭ്യംഗം, സ്റ്റീം ബാത്ത്, മസാജും സ്റ്റീം ബാത്തും മാത്രമേ ഉള്ളൂ. അത്തരത്തിലുള്ള നിരവധി പാക്കേജുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഈ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ച് ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ പാക്കേജുകൾ വാട്സാപ്പിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പം വാട്സാപ്പിൽ ഡീറ്റെയിൽസ് ലഭിച്ച ശേഷം അത് നോക്കി എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്ന് മനസ്സിലാക്കിയ ശേഷം ആ പാക്കേജ് വിളിച്ച് ബുക്ക് ചെയ്ത ശേഷം വരികയാണെന്നുണ്ടെങ്കിൽ വെയിറ്റിംഗ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ അവസരം നിങ്ങൾ നന്നായി വിനിയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.